ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നൊരു അടിപൊളി ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. ഞാനങ്ങനെ ഇതിനെപ്പറ്റി ഒരുപാട് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഫസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പേരെന്ന് പറയുന്നത് വയനാടൻ സ്പെഷ്യൽ ഇറച്ചിയട അല്ലെങ്കിൽ വയനാടൻ കോഴിയട എന്നൊക്കെ പറയുന്ന ഐറ്റമാണിത്. അടിപൊളി ടേസ്റ്റിയാണ്. ഞാനിത് ഇൻസ്റ്റയിൽ നിന്ന് വേറൊരാളത് കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഹോം ഫുഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ചാനലിൽ കണ്ടതാണ്. അപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചത്. കുറേ ആളെ വീഡിയോ ഞാൻ കണ്ടു കേട്ടോ. അതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടിയത് പുഴുങ്ങലരി കുതിർത്തിയതാണ്. ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചത്. ഏത് അരി വെച്ചിട്ടാണോ നമ്മൾ സാധാരണ നമ്മളെ ചോറുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ അരി കുതിർത്തിയെടുത്താൽ മതി. വെന്ത് പോകാൻ പാടില്ല, അരിയായിട്ട് തന്നെ നിൽക്കണം കേട്ടോ. നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുത്താൽ മതി. ഒരു 3-4 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പുഴുങ്ങലരി കുതിർത്തിയതാണ്. ഇത് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചത്. ഇതിന് നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവരണം. ഇപ്പോൾ അതായത് കഴുകി കൊണ്ടുവന്നതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് പുഴുങ്ങലരി. ഇനിയിപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അരി വെന്ത് പോകാൻ പാടില്ല കേട്ടോ. കുതിർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കുക. നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്താനേ പാടുള്ളൂ, നല്ല തിളച്ച് പോകാൻ പാടില്ല. അപ്പോൾ അത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിനി നമുക്ക് മാവാക്കി മാറ്റണമല്ലോ. കൈകൊണ്ട് ഉരുട്ടാൻ പറ്റുന്ന ഭാഗത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൊട്ടിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതും പുഴുങ്ങലരിൻ്റെ പൊടിയാണ്. ഇത് നമ്മൾ ഹോം മെയ്ഡ് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അത് വാങ്ങിക്കാനും കിട്ടും. അജ്മീൻ്റെ ഒക്കെ മലബാർ പത്തൽ പൊടി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഇട്ടത്. പത്തിരിപ്പൊടിയല്ല, പത്തൽ പൊടി. ഇനിയിപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കുക, ടൈറ്റാക്കി എടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് ടൈറ്റല്ല, എന്നാൽ നമുക്ക് മാവ് പല ഷേപ്പിൽ നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന പാകത്തിലേക്ക് ഇതിനൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. നല്ല സോഫ്റ്റ് ആയിരിക്കണം മാവ്. ഇപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിനെ. ഇനി ഇതിൻ്റെ ഒരു ഫില്ലിങ് വേണം. അതുപോലെ തന്നെ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ സമൂസക്കും ഇറച്ചിപ്പത്തിലിനും കോഴിയടക്കൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ ഒരു ചിക്കൻ്റെ ഫില്ലിംഗ് ഇല്ലേ, അതാണിത്. ഉള്ളിയൊക്കെ വഴറ്റി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് വേവിച്ച പിച്ചെടുത്ത ചിക്കനും കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന ആ ഒരു ഫില്ലിംഗ് ആണ് ഇട്ടത്. നമ്മൾ സാധാരണ എല്ലാ പലഹാരത്തിനും ഉണ്ടാക്കുന്ന ചിക്കൻ്റെ ഫില്ലിങ് അതിവിടെ ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അതാണ് ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ അതാ കയ്യിൽ ചെറുതായിട്ടൊന്ന് എണ്ണ വരട്ടി കൊടുക്കുക. എന്നിട്ട് മാക്സിമം ചെറിയ എത്രത്തോളം നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റും അതുപോലെ അത്രയും ചെറുതാക്കിയിട്ട് അടകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. സാധാരണ നമ്മൾ അരിയട ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ. അപ്പോൾ അത് ഈ ഒരു വലുപ്പത്തിൽ ഒരു കോട്ടീൻ്റെ ഒക്കെ ഒരു വലുപ്പത്തിലുള്ള ഉരുളാണ് ഞാൻ എടുത്തത്. എന്നിട്ട് അതിനെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കുക. അട ഉണ്ടാക്കുന്നത് സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു ഇറച്ചിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഫില്ലിങ് അത്യാവശ്യം വേണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി അടൻ്റെ ഷേപ്പിലേക്ക് ഒന്ന് മടക്കിയിട്ട് ഇതിനൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അരിൻ്റെ മാവായതുകൊണ്ട് തന്നെ നമ്മൾ തൊടുന്ന സമയത്ത് തന്നെ അത് അങ്ങ് ഒട്ടിക്കോളും. അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഞാനിനി ഇങ്ങനെയാണ് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് കണ്ടത്. കുറേ ആൾക്കാരുടെ വീഡിയോ ഞാൻ കണ്ടു. പക്ഷേ ഈ ഒരു ഹോം ഫുഡിൽ നിന്ന് ആളെ വീഡിയോയിൽ ഇതിന് നല്ലൊരു ഷേപ്പ് ആക്കി എടുക്കുന്നത് കണ്ടു. അത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഷേപ്പ് ആക്കി എടുക്കുന്നത് കണ്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അത് ജസ്റ്റ് സിമ്പിളാണ്. ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ നെക്കി കൊടുത്താൽ മാത്രം മതി. നല്ലൊരു ഭംഗിയുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. ഇതേപോലെ എല്ലാം ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഒറ്റൊന്നും കൂടെ കാണിച്ചു തരാം. മാക്സിമം ചെറിയ ഉരുളകളാക്കി എടുക്കുക. നമ്മളൊരു നാരങ്ങൻ്റെ വലുപ്പം വേണ്ട, അതിനേക്കാൾ ചെറുത്. നമ്മൾ സാധാരണ കോട്ടി എന്ന് പറഞ്ഞ സാധനം അറിയായിരിക്കുമല്ലോ, കളിക്കുന്ന ആ ഒരു സൈസിലുള്ള ഉരുളാക്കി എടുത്താൽ മതി കേട്ടോ. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, കാണാനും ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ ആ ഒരു സൈസിൽ എടുത്തിട്ട് ഇതാ കുറേശ്ശെ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ചിക്കൻ ഫില്ലിങ് വെച്ചിട്ട് ഇതിനെ മടക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു ഡിസൈനൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിലാക്കി എടുക്കുക. അടൻ്റെ ഷേപ്പ് ആയിരിക്കണം കേട്ടോ. അതിനാണ് ഒരു ഇറച്ചിയട കോഴിയട എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഡിസൈൻ ആക്കാണ്ട് വേണമെങ്കിൽ ഇങ്ങനെ ആക്കി എടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇതാ ഈ ഒരു രീതിയിലാണ് എടുക്കുക. ഞാനിപ്പോൾ ആ ഒരു ചെയ്ത പോലെ ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഇതുപോലെ തന്നെ ബാക്കിയുള്ള കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ആവിച്ചമ്പിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇത് നമ്മൾ സ്റ്റീമറിൽ വേവിച്ചെടുക്കാനുള്ളതാണ്. ഒരു 20-25 മിനിറ്റ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടുന്ന് ആവട്ടെ. ഇപ്പോൾ അത് 25 മിനിറ്റിന് ശേഷം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ചൂടോട് കൂടി നിങ്ങളിത് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പോകരുത്. നല്ലോണം തണുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുക്കാൻ കിട്ടും. പിന്നെ തിരക്കുണ്ടെങ്കിൽ പെട്ടെന്ന് കുറച്ച് തണുത്ത വെള്ളം ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതാ കറിൻ്റെ ഫില്ലിങ് നമുക്ക് ഉണ്ടാക്കണം. കറിയല്ല, ഇതിലേക്ക് ഒഴിക്കാനുള്ളൊരു ഗ്രേവി വേണം. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങയും അതുപോലെ തന്നെ പെരിഞ്ജീരകവുമാണ് വേണ്ടി കേട്ടോ. അത് രണ്ടും മാത്രം മതി. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് ഒന്ന് വറുത്താൽ മാത്രം മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് കളറ് മാറിക്കോട്ടെ തേങ്ങൻ്റെ. ഇപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്. ഇത് റെഡിയാണ് കേട്ടോ. ഇത്രയും മതി. ഒരുപാട് അങ്ങ് വറുത്ത് ഇതിൻ്റെ ഇത് പോക്കണ്ടില്ല. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇതിന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ വറുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് വെക്കുക.
ഇനിയിപ്പോൾ അത് ഞാൻ ആ ഒരു ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സൈസുള്ള ഒരു ഉള്ളി കേട്ടോ, ഒരു ഉള്ളിയാണ് എടുത്തത്. നല്ല ചെറിയ സൈസുള്ള ഒരൊറ്റ ഉള്ളിയാണ് എടുത്തത്. ഇനി ആ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കോട്ടെ, ഒന്ന് സോഫ്റ്റായി വരുന്ന വരെ വാട്ടി കൊടുക്കുക. ഇപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്, ഇത്രയും മതി കേട്ടോ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു വലിയ സൈസുള്ള തക്കാളിയാണ് ഞാൻ എടുത്തത്. ഒരു 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക, എരിവിന് ആവശ്യമുള്ളത്. എന്നിട്ട് അത് നന്നായിട്ട് ആ ഒരു തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടട്ടെ. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് കുഴയാൻ തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് വാടി കുഴഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗം മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഒരുപാട് വേണ്ട കേട്ടോ, 1 ടീസ്പൂൺ മതി. ഒരുപാട് എരിവുള്ള ഒരു സാധനമല്ല അത്. പിന്നെ അത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയാണ്, അതും 1 ടീസ്പൂൺ കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു പൊടികൾ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ ഒരു പൊടികളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്, നല്ലൊരു മണം വരും ഇങ്ങനെ പൊടികൾ വാട്ടുന്ന സമയത്ത്. കരിഞ്ഞു പോകരുത്, തീ നല്ല ചെറുതാക്കി വെക്കണം പൊടികൾ ചേർക്കുന്ന സമയത്ത്. അപ്പോൾ അത് പൊടികളൊക്കെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 700 ഗ്രാമാണ് ഈ ചിക്കൻ ഉള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുക്കറിലാകുന്ന സമയത്ത് നമ്മളൊരു ഒറ്റ വിസിൽ വരുന്നവരെ അതൊന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഒരു വിസിൽ വന്നാൽ അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് വെക്കാം. പെട്ടെന്നാവുന്ന സാധനമാണ്. അപ്പോൾ അതൊരു 3/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രം മതി കേട്ടോ. വെള്ളം ഇല്ലാണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, പക്ഷെ നമുക്ക് ഈ ഒരു ഇതിന് നല്ലോണം ഗ്രേവി വേണം, അതുകൊണ്ടാണ് വെള്ളം ചേർത്തത്. വെള്ളം ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കുക. ചെമ്പിലും ചെയ്യാം കേട്ടോ, ചെമ്പിൽ കുറച്ച് കൂടുതൽ സമയം വെക്കേണ്ടി വരും. ഞാൻ പെട്ടെന്നാവാൻ വേണ്ടി കുക്കറിൽ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കുകയാണ് കേട്ടോ. ഒറ്റ വിസിൽ മതി. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്തിടാം. ഇനി അതവിടെ നിന്ന് വേവട്ടെ. ഇനി അതിനൊരു വറവ് വേണം കേട്ടോ. അപ്പോൾ വറവിന് വേണ്ടിയിട്ട് ഞാൻ ആ നമ്മൾ തേങ്ങ വറുത്ത സെയിം ഫ്രൈ പാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഒരു 1/4 കപ്പോളം ചെറിയുള്ളിയാണ് വേണ്ടിയിട്ട്. ഇത് മസ്റ്റാണ്, ഇത് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ അത് ചെറിയുള്ളി നന്നായിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കുക. നല്ല ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതിനെ വറുത്തെടുക്കാൻ കേട്ടോ, കരിഞ്ഞു പോകരുത്. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം കരുവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളിൻ്റെ കളർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിലേ മാറാൻ പാടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു കരുവേപ്പിലയും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. ചെറിയ സിമ്മിലിട്ടിട്ട് വേണം ഈ സ്റ്റെപ്പ് മൊത്തം ചെയ്യാൻ. അപ്പോൾ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് മാറ്റി വെക്കാം കേട്ടോ. ഇത് നമുക്ക് ആ ഒരു ഗ്രേവിയിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു അടയൊക്കെ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ വേണ്ടി കിട്ടും ഈസി ആയിട്ട്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കേണ്ടിണ്ട്. അപ്പോൾ ഞാൻ വേറൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതാ ചിക്കൻ്റെ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളപ്പിക്കുകയാണ് വേണ്ടി കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ അരച്ചതുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. തേങ്ങയും ജീരകവും കൂടി അരച്ച് വെച്ചതാണിത്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരക്കണം. നന്നായിട്ട് അരയണം കേട്ടോ, തരി ഉണ്ടാവരുത്, നന്നായിട്ട് അരയണം. അപ്പോൾ അത് തേങ്ങ മൊത്തത്തിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മിക്സി കഴുകിയിട്ട് നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം വേണം. കാരണം നമ്മൾ ഉണ്ടാക്കി പുറത്ത് വെക്കുമ്പോഴത്തേക്ക് ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ അത് ആ ഒരു അട ഇതിൻ്റെ ഗ്രേവിയൊക്കെ വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ മാക്സിമം നല്ലോണം ഗ്രേവി തന്നെ വേണത്. അപ്പോൾ അതാ ഒരു മിക്സി ഒന്ന് കഴുകി ഞാൻ 1 കപ്പ് കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ ഇതൊക്കെ എക്സ്ട്രാ ചേർത്തില്ലേ, അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ചോട്ടെ. തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോഴിയട, ഇറച്ചിയട ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ വറുത്ത് വെച്ച നമ്മളെ വറവില്ല, അതിൽ നിന്നൊരു പകുതിയോളം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാനിപ്പോൾ അത് വീഡിയോ ആയതുകൊണ്ട് ഇതിനൊന്ന് നമ്മളൊരു ഭംഗിയിൽ വെക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചാണ്. ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ അടയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു തേങ്ങൻ്റെ ഒരു ഇത് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1-2 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണേ, തേങ്ങ ചേർത്തതിന് ശേഷം. ഇനി ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കുക, ഉപ്പ് ഇതൊക്കെ ഒന്ന് ബാലൻസ് അല്ലേ എന്നുള്ള. പോരാൻ തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള അടകൾ ചേർത്ത് കൊടുക്കുകയാണ്. അട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഇത് പൊട്ടിപ്പോവരുത്. പൊട്ടിപ്പോവാണ്ട് നല്ല ശ്രദ്ധിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് ചെമ്പൊന്ന് ചുറ്റിച്ചതാണ് കേട്ടോ. അത് പൊട്ടിപ്പോവുക എന്നുള്ള പേടിയുണ്ട്, ഇളക്കുന്ന സമയത്ത്
ഞാനത് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സായി വരുന്നുണ്ട് കേട്ടോ. അട ഇട്ടിട്ട് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ ഇത്. നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അട ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തീ ഓഫ് ചെയ്യരുത്. നന്നായിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പം ചിലർ തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ വറുത്തരക്കാണ്ട് തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതും കണ്ടിട്ടുണ്ട്. അതും ടേസ്റ്റി ആയിരിക്കും. പക്ഷേ ഞാനത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഇതാ തേങ്ങ ചേർത്ത് അടയൊക്കെ ചേർത്ത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചൂടാറിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അടിപൊളിയായിട്ടുള്ള നമ്മളെ വയനാടൻ സ്പെഷ്യൽ കോഴിയട അല്ലെങ്കിൽ വയനാടൻ സ്പെഷ്യൽ ഇറച്ചിയട റെഡിയായിന്. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ നമുക്ക് വടകര ഉണ്ട് ഒരു 10 തിളപ്പിച്ചതെന്ന് പറയും രാവിലെ. തലേന്ന് രാത്രിയുള്ള നമ്മൾ അരിപ്പത്തിരില്ലേ, ഒറോട്ടിയും, അത് മുറിച്ചിട്ടിട്ട് അതിൽ നമ്മൾ ആണം ഇട്ടിട്ട് തിളപ്പിച്ച് രാവിലെ കഴിക്കലുണ്ട്. ആണം എന്ന് പറയുന്നത് തേങ്ങ അരച്ച ഏതെങ്കിലും കറി, തേങ്ങ അരച്ച തക്കാളി കറിയോ അല്ലെങ്കിൽ തേങ്ങ അരച്ച ഇറച്ചിക്കറിയോ തേങ്ങാക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് ഈ ഒടിച്ചിട്ട് എന്നാണ് അവർ പറയുക. നമ്മൾ മുറിക്കണതിന് ഒടിച്ചിടുക എന്നാണ് പറയുക. അപ്പം ആ ഒറോട്ടി മുറിച്ചിട്ടിട്ട് അതിലിട്ടിട്ട് തിളപ്പിക്കുന്നൊരു സാധനമുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. ഏകദേശം അതുപോലൊരു ടേസ്റ്റാണ് എനിക്ക് ഇതിൻ്റെ ഗ്രേവിക്ക് തോന്നിയത്. പക്ഷേ ഈ ഇറച്ചിയുടെ വ്യത്യാസമുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് നല്ല ആ ഒരു അടൻ്റെ ടേസ്റ്റുമാണ്. പക്ഷേ ഗ്രേവിക്ക് നല്ല ആ ഒരു എന്താ പറയുക, നമ്മൾ ഒടിച്ചിട്ടിട്ടുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റും അടിപൊളി ടേസ്റ്റിയാണ്. നമ്മൾ തിന്നുകൊണ്ട് നിൽക്കും കേട്ടോ. തനി നാടൻ റെസിപ്പി എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. നമുക്കൊരു വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അവരെ സ്പെഷ്യൽ ഐറ്റമാണെന്ന് തോന്നുന്നത്. അങ്ങനെ സ്പെഷ്യൽ ടൈമിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിണല്ലോ. ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.